ഇന്ന് വേറെ സംഭവം കൂടെ പറയാം. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പം വൈകുന്നേരം കുഞ്ഞിന് പാദസരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പുറത്തേക്ക് പോകണമായിരുന്നു, എന്തോ ആവശ്യത്തിന് പോയപ്പം പാദസരം വാങ്ങിച്ചിട്ട് വന്ന്. അപ്പോൾ അതായിരുന്നു ഇന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കാം. കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. അപ്പം അപ്പോഴാണ് പോയത്. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആയപ്പം മറ്റേ നമ്മുടെ സ്ഥിരം വന്ന കുട്ടികൾ വന്ന് അപ്പം അച്ഛനും മോളൂടെ പുറത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അപ്പോഴേക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പിള്ളേരുടെ കൂടെ ഇറങ്ങി. എനിക്ക് പത്രം എടുക്കാൻ പോകണമായിരുന്നു. അങ്ങനെ വന്നിരുന്ന് അപ്പോൾ അങ്ങനെ ഗ്രൗണ്ടിലൊക്കെ വെള്ളം വരാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം അവിടെ എന്തോ ടൂർണമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു പറയുന്ന കേട്ടു. മൊത്തം നാശമായി കിടക്കുകയാണ്. ഇച്ചിരി വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പം പിള്ളേർ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇവർ ഇന്ന് വന്നവർ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് ആ കുട്ടിയാണ് സംസാരിക്കാത്തത്, ഞങ്ങൾ പുറകെ നടന്നാലും ചില സമയത്ത് മിണ്ടത്തില്ല, എടുക്കത്തില്ല. പിള്ളേരുടെ കാര്യം രസമാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ, ഇനിയിപ്പം വെക്കേഷൻ തീർന്നു, ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ട്യൂഷൻ ഞാൻ പറഞ്ഞു 8 തൊട്ട് എന്തായാലും ട്യൂഷന് പോകണം. ഒരു വീടുകളിലും പോയി പഠിക്കേണ്ട, അല്ലെങ്കിൽ വീടുകളിലും 2-3 പേരൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നവരായിരിക്കണം. ഒരാൾ തന്നെ എല്ലാ വിഷയവും എടുത്താൽ ശരിയാവില്ല. 8 തൊട്ട് അങ്ങോട്ട് അതുകൊണ്ട് ട്യൂഷൻ സെൻറ്ററിൽ തന്നെ പോയി പഠിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ ഞാൻ. അപ്പോൾ ആ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടെന്തോ വിവാഹം കഴിക്കാൻ. അങ്ങനെ അപ്പം ഒരു കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് എന്ന്. അമ്മ പറഞ്ഞു അതപ്പോഴല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പിള്ളേരൊന്ന് ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ വലുത്. ആണായാലും പെണ്ണായാലും നന്നായി പഠിക്കുക. ആ പഠിക്കാനുള്ളൊരു ടൈമിൽ നന്നായിട്ട് പഠിക്കണം. അതിനോടൊപ്പം ആ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ എൻജോയ് ചെയ്യണം. എന്നിട്ട് നല്ലൊരു ജോലി വാങ്ങിക്കണം. നല്ല ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണം. നമുക്കൊരു വരുമാനമാണ്. അതിനുശേഷം നിങ്ങൾ സ്നേഹിച്ച് കെട്ടുവോ അല്ലാതെ കെട്ടുവോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ വീട്ടുകാരെ എതിർക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം കുട്ടികൾക്ക് കുറേ ഇങ്ങനെയുള്ള കാര്യത്തിൽ സംശയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അവരങ്ങനെയൊക്കെ സംസാരിക്കാൻ നല്ല കാര്യമാണ്. അവരുടെ സംശയങ്ങളൊക്കെ നമ്മൾ മുതിർന്നവർ വേണമല്ലോ പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും ഈ വീട്ടുകാരെ എതിർക്കുക എന്ന് പറയുമ്പം അത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് മറ്റൊന്നും ആലോചിച്ചിട്ടായിരിക്കത്തില്ല. ഒന്നുകിൽ നിങ്ങളുടെ പുറകെ നടന്ന് ഇഷ്ടം വാങ്ങി. അപ്പം നിങ്ങൾ ചിലപ്പം ആ ആളിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്നും അറിയാത്ത ആളായിരിക്കും. നിങ്ങളുമായിട്ട് ഒരു രീതിയിലും ചേരാത്ത ഫാമിലിയോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. വിദ്യാഭ്യാസമോ വിവരമോ ഒന്നും കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വീട്ടുകാരാകുമ്പോൾ എന്ത് ചെയ്യും? സ്വന്തം മകളുടെ ജീവിതമാണ്, അവർക്ക് ഏറ്റവും നല്ലത് വേണമെന്നേ അവർ കരുതത്തുള്ളൂ. അപ്പോൾ അവർ എല്ലാ കാര്യവും നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു വിവാഹത്തിലേക്ക് പോവുള്ളൂ, അല്ലേ? അതാണ് ആ കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ചുമ്മാ സ്നേഹമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വയറ്റിലേക്കൊന്നും പോവില്ല. കഴിക്കാനുള്ള മാർഗം കൂടെ വേണ്ടേ? ജോലി വേണ്ടേ? ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പണം വേണ്ടേ? അല്ലേ? ഇത് നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ പണം വേണ്ടേ? ഇത് പണം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. പണം വെറുതെ തരത്തില്ലാരും. നമ്മൾ ജോലി ചെയ്യണം. ജോലി ചെയ്താൽ പണം കിട്ടും, അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും അറിയാത്ത ഒരാളുടെ കൂടെ പോയാൽ നമ്മുടെ ഭാവി വളരെ മോശമാകുമെന്ന് വീട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ പ്രണയവിവാഹത്തെയൊക്കെ എല്ലാവരും എതിർക്കുന്നത്. അപ്പോൾ എന്താ, ഇവിടെ അടുത്തുള്ളൊരു പെൺകുട്ടി വേറെ കുറേ കൂട്ടുകാരികളോട് പറഞ്ഞു വിട്ടേക്കുവാണ് 8-ലോ 9-ലോ അങ്ങോട്ട് പഠിക്കുന്നൊരു കൊച്ചനെ ഇഷ്ടമാണെന്ന്. പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിങ്ങനെ. അപ്പം പറയും എന്തുവാ ഇപ്പോൾ ഈ കുട്ടികൾ പറയണേ എന്ത് കണ്ടിട്ടാണ് ആ ചെറുക്കനെ ഈ പെണ്ണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറയാം അവനെ ഇഷ്ടപ്പെട്ടിട്ട് ഈ പ്രായത്തിൽ എന്ത് കാര്യം? അപ്പം കുട്ടികളൊക്കെ ഏതോ ഒരു ലോകത്താണോ എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം. കുട്ടികൾക്കും സംശയം ഇതെന്താണ് ആ കൊച്ചങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങല്ല, ദൂരെ കണ്ടുള്ള ഒരു പെൺകുട്ടിയാണ്, ഇവിടെ കളിക്കാൻ വരുന്ന ഒരു കൊച്ചനാണ്. അപ്പം ഞാൻ ചോദിച്ചു തൻ്റെ പേരെന്തോ കൊച്ചനോട് ചോദിച്ചു. അങ്ങനെ അപ്പം മനസ്സിലാക്കി ഇന്ന് ആകെ ഒരു കൊച്ചൊരു ചെറുക്കൻ.
അതെന്താണ് ഇവർ തമ്മിലുള്ള പ്രേമമൊന്നും എനിക്കറിയത്തില്ല, ഇതെങ്ങനെയാണ് അവസാനിക്കുന്നത്. എന്തായാലും എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വരുന്നത്, കുട്ടികൾക്കിടയിലുള്ള ആ പ്രണയം. എന്തായാലും അതെങ്ങനെയൊക്കെ ആവുമോ എന്തോ, അതങ്ങനെ പോട്ടെ. അപ്പം ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുകയോ അല്ലാതെയുള്ള വിവാഹത്തിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം പിള്ളേർക്കും കാര്യങ്ങൾ മനസ്സിലായി. കാരണം അവർക്ക് അതൊക്കെ ഒരു അറിവാണ്. ചിലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടുകാരുടെ പറയുമ്പം അവർ വ്യക്തമായ മറുപടി പറയത്തില്ല. നിങ്ങൾ പിള്ളേരല്ലേ ഇപ്പോഴാണോ ഇതൊക്കെ ചോദ്യം. പക്ഷേ അവർ കുട്ടികളൊരു സംശയം ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി അവർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ആ ഒരു സംശയം അങ്ങനെ കിടക്കും. അവർ ചിലപ്പോൾ വേറെ ആരോടെങ്കിലും ചോദിക്കും, അവരും ചിലപ്പോൾ മോശമായിട്ടായിരിക്കും അതിനുള്ള മറുപടി കൊടുക്കുക. അപ്പോൾ ഇവർക്ക് സംശയം ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കാനുള്ള മറുപടി നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അവരെ അല്ല വഴക്ക് പറഞ്ഞ് ഓടിക്കുകയല്ല വേണ്ടത്. ഞാൻ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്താണ്, അവരനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. പഠിക്കാനുള്ള പ്രായത്തിൽ പഠിക്കണം. എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമുണ്ട്, അതെല്ലാം അതിൻ്റെ കൂടെ തന്നെ പോവും, അല്ലേ? ശരിയല്ലേ?